അപ്പൊ എല്ലാവർക്കും സുഖമല്ല. എൻ്റെ ലാസ്റ്റത്തെ വീഡിയോയിലോ കുറച്ച് ആൾക്കാർ കണ്ടെന്ന് വിചാരിക്കുന്നത്. അതായത് എന്തിനെ പറ്റിയാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു 50,000 ഉള്ളിൽ 50,000 താഴെ ഒരു 10-40,000 റേഞ്ചിൽ നല്ല രണ്ട് ഫോണിനെ പറ്റി ഇട്ടത്. ഇന്നത്തെ പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഫോൺ ബേസ്ഡ് അല്ല. ഇവിടെ യു എയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, യു എയിൽ ഇപ്പോൾ ഒരു വീഡിയോ എടുക്കണമെങ്കിലും ഇപ്പൊ വലിയ ഇൻഫ്ലുവൻസർ മറ്റേ ഇതൊന്നാണോന്നില്ല. പിന്നെ ഇതേപോലത്തെ വീഡിയോ എടുക്കണമെങ്കിൽ വരെ ഇവിടെ ലൈസൻസ് ആവശ്യമാണ്. അപ്പം ചില ആൾക്കാർ ഭയങ്കര തെറ്റാറുണ്ട്. ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, ഈ ലൈസൻസ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്, അതാണ് ഇതാണ്. അപ്പം അത് ഇല്ലാണ്ട് ചെയ്യുന്നവർക്കാണ് ഏറ്റവും കോംപ്ലിക്കേഷൻ. അത് ഇല്ലാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ വൻ പേ ആണ്. വൻ പേ ആണല്ല, വൻ ഫൈനാണ്, വൻ പ്രശ്നങ്ങൾ സംഭവിക്കും. അതിനും നല്ല ഇത് എടുക്കുന്നതാണ്. അപ്പം ഞാൻ അതിന് മുമ്പ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ അപ്രൂവൽ കിട്ടി. അപ്പോൾ എൻ്റെ ചങ്ങാൻ്റെ എയർ ഓഫ് ഞാനാണ് ചെയ്തത്. ബാക്കി എല്ലായിടത്തും അന്വേഷിച്ച് നോക്കുമ്പോൾ ഭയങ്കര പൈസ, 1,500 ദറംസാ പറയാം. ഇവൻ പിന്നെ ഒരു 1,000 റുപ്യക്ക് നമുക്ക് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. വരാത്തതിന് ടാബിയും ഉണ്ട്, 4 അടവായിട്ട് അടിച്ചാൽ മതി. ആദ്യം ഒരു 10-250 റുപ്യ ദറംസ് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ബാക്കി വിശേഷം ഞാൻ ആടെ എത്തിയിട്ട് പറയാം. ഭയങ്കര ചൂട്. മെട്രോ കയറട്ടെ, മെട്രോ ബി എസ് സി ഉണ്ടാവും. പോകുന്നതിന് മുമ്പ് ഒരു ചായ കുടിക്കാൻ, നല്ല ചായ, നല്ല മസ്കാവന്റെ കൽമാസ്, നമ്മുടെ സ്വന്തം പൊടി കേട്ടോ, AP ചായ. അപ്പൊ ഇതാണ് നമ്മുടെ മനോഹരമായ മെട്രോ. ഇങ്ങനെ കയറി പോവാ. ബ്യൂട്ടിഫുൾ വ്യൂ ഫ്രം മെട്രോ എസ്കലേറ്റർ. എന്താ അല്ലേ, എന്താ നീറ്റ്, നല്ലയല്ല നോക്കിയാട്ടെ, നീറ്റല്ല, സൂപ്പർ. ഇപ്പൊ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതാണ് കിസിസ് മെട്രോ. കിസിസ് മെട്രോ നേരെ അങ്ങോട്ടേക്ക് നടക്കാം, അവൻ്റെ ഓഫീസിലേക്ക്. ഏതാ സൺസെറ്റ് വ്യൂ അല്ലേ, കിട്ടില്ല ലൈറ്റാ. അപ്പോൾ ഇതാണ് നമ്മളെ ചങ്ങായി മാസി, ഫ്രം കണ്ണൂർ തന്നെയാണ്, നമ്മളെ നാട്ടുകാരൻ തന്നെയാണ്. പിന്നെ നമ്മളെ എൻ്റെ ഒപ്പമുള്ള സാലിന് അറിയാമെന്ന് അറിയില്ല നിങ്ങൾക്ക്, ട്രാവൽ ഫുഡി. ഓൺ ത്രൂ ആണ് നമ്മുടെ കമ്പനിയാണത്. പിന്നെ ഓനെ നമ്മൾ എല്ലാം ഒഴിവാക്കി, പിന്നെ ഓനെ നാട്ടിലേക്ക് വിട്ടു. അപ്പോൾ ഇവനായി ചെയ്യുന്നത്, ഇവരുടെ UAE മീഡിയ ഡോക്യുമെന്റ് ക്ലിയർ മറ്റേ പരിപാടി പേപ്പർ ക്ലിയറൻസ്, അങ്ങനെയുള്ള എന്ത് പരിപാടി, അത് നാട്ടിലെ പഞ്ചായത്ത് അക്ഷയം ചെയ്യുന്ന എല്ലാ ദുബൈൻ്റെ പരിപാടിയും, ബിസിനസ് സെറ്റപ്പ് എല്ലാം, വിസ കാര്യങ്ങൾ വിസയെല്ലാം നോർമൽ സംഭവം എന്തായാലും ഉണ്ടാവും, നിങ്ങൾക്ക് അറിയാലോ. അല്ലാണ്ടുള്ള പല നൂലാമാലകളുണ്ടല്ലോ നമുക്ക് കയറി ഇറങ്ങാൻ പറ്റാത്ത, അതെല്ലാം ഇവൻ ചെയ്തു തരും, നോ പ്രോബ്ലം. അതുകൊണ്ട് ഞാൻ കുറേ ആളുകൾക്ക് അന്വേഷിച്ച്, എല്ലാവരും ഭയങ്കര പൈസ പറയും. ചില 1,800 1,700. അങ്ങനെ ഇവൻ നമ്മൾ ചങ്ങാണ്ട് ഇവനെ വിളിച്ച് നോക്കുമ്പോൾ ഇവൻ്റെതായ കോസ്റ്റെല്ലാം കട്ട് ചെയ്ത് നമുക്ക് വെറും മുതൽ മാത്രം എടുത്ത് ചെയ്താന്നില്ല. അത് വെച്ചാൽ ആ പൈസക്ക് എല്ലാവർക്കും ചെയ്ത് കൊടുക്കാൻ പറ്റൂല. എന്നാലും ഇത് കാണുന്ന ആൾക്കാർക്ക് എത്രയൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും, അത് നല്ല ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റും, നല്ല ഡിസ്കൗണ്ട് ചെയ്ത് തരാൻ പറ്റും. പിന്നെ ഇതാണ് സംഭവം, ഈ സാധനം, ഇതാണ് ലൈസൻസ്. ഇത് ഞാൻ ആദ്യം വിചാരിച്ചു എന്തിനാണ് ഈ പൈസ മുടക്കി എടുക്കുന്നത്, പെരാന്ത പൈസ നാട്ടിൽ 3 മാസം അയച്ചു കൊടുത്തേക്കാൻ നാട്ടിലത്തെ ചൊറയങ്ങ് തീരും. 3 മാസത്തിൽ അയച്ചു അതാക്കിയതേക്കാണല്ലോ, ഒരു ലെൻസ് എടുക്കാന്നെല്ലാം വിചാരിച്ചാൽ ആദ്യം. പിന്നെ ഇതിൻ്റെ ചെയ്തിട്ടില്ലെങ്കിൽ നൂലാമാലകൾ ഓരോരുത്തർ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ഞാൻ പിന്നെ അതങ്ങ് എടുത്ത്. ഇത് അഥവാ നമ്മുടെ അടുത്ത് ഇല്ല പ്രശ്നം. ഇതില്ലെങ്കിൽ ഏകദേശം 1,00,000 ദിർഹംസിന് മേലെ ഫൈൻ വരും. നമ്മളിപ്പോൾ പബ്ലിക്കിൽ നമുക്ക് നീ ഒരു ഫോട്ടോഗ്രാഫറാണ്, അപ്പോൾ നീ ഒരു പബ്ലിക്കിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരാളൊന്ന് ചോദിച്ചു എൻ്റെ ലൈസൻസ് എവിടെ, അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ ചെയ്യാൻ പോയി, ഒരു ഫുഡ് ബ്ലോഗർ പ്രൊമോഷൻ ചെയ്യാൻ പോയി, ഇപ്പോൾ റെസ്റ്റോറൻറ്റ് വയ്ക്കുന്നത് ലൈസൻസ് വേണം. അഥവാ ഇത് പെയ്ഡ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോ ഒന്നും പെയ്ഡ് അല്ല, എന്നാലും ഇത് വേണം. പെയ്ഡ് ആവട്ടെ അൺപെയ്ഡ് ആവട്ടെ, നമ്മളൊരു കൊളാബറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വേണം. ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പം എൻ്റെ റൂമിൽ നിന്ന് ഇരുന്നിട്ട് ഒരു യൂട്യൂബ് ചെയ്യാണ് UAE, എന്നാലും പക്ഷേ നീ ഒരു ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വേണം. നിന്റെ ഓൺ ബ്രാൻഡ് ആണെങ്കിൽ വേണ്ട. ഇപ്പോൾ നീ റിവ്യൂസ് ഒരു ഐഫോൺ ആണെങ്കിൽ ഐഫോൺ റിവ്യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വാച്ച്, അപ്പോൾ പ്രൊഡക്റ്റ് റിവ്യൂസ്. അപ്പോൾ വെച്ചാൽ വേറൊരു പ്രൊഡക്റ്റ് ആണ്, അപ്പം അങ്ങനത്തെ അവർക്ക് എന്താണ് ലൈസൻസ്. ഒരു ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ ഇത് വേണം നിർബന്ധമായിട്ടും. നമ്മൾ പുറത്ത് വർക്ക് ചെയ്യുന്നതാണ്, നമ്മൾ പേയ്മെന്റ് എന്തായാലും വാങ്ങും. അപ്പം അതിനൊക്കെ മെയിനായിട്ട് ഇതെന്ന് വെച്ചാൽ ഇതിന്റെ പേയ്മെന്റ് വരുന്നത് 1,000 ചില്ലറ ദറംസാണ്. മീഡിയ പെർമിറ്റ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നമ്മുടെ ഫസ്റ്റത്തെ ലൈസൻസും പിന്നെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും, അത് 2 രൂപ പേയ്മെന്റ് വരുന്നത്. മീഡിയ കംപ്ലീറ്റ് ഇത് 3 വർഷത്തേക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. 3 വർഷത്തേക്ക് ഫുള്ള് ഫ്രീ ആണ്. അതായത് നമ്മളെ ഈ 1,000 ഇത്ര ദറംസ് വരുന്നുണ്ട്, അത്ര ഉള്ളെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മനസ്സിലാവും, ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കുക. അത് വെച്ച് നമ്മൾ ട്രേഡിംഗ് ലൈസൻസിന്റെ പൈസ നമ്മൾ അതിൽ നമുക്ക് എല്ലാ വർക്കും നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളെ ഇ-കൊമേഴ്സ് ട്രേഡ് ലൈസൻസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് വെറും മീഡിയ പെർമിറ്റിന്റെ മാത്രം പൈസയല്ല, നമ്മൾ അതിൻ്റെ കൂടെ നമുക്ക് ട്രേഡിംഗ് ലൈസൻസും കൂടി കിട്ടും. അതായത് ഈ പ്ലാറ്റ്ഫോംസ്, നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിലേക്കുള്ള ലൈസൻസ്.
പിന്നെ അതുപോലെ തന്നെ നമുക്ക് എല്ലാ കംപ്ലീറ്റ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും നമുക്ക് ആഡ് ആക്കാം. നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം അക്കൗണ്ട് ഉണ്ടോ ഇതിലിപ്പം തന്നെ 1 2 3 5 6 അക്കൗണ്ടുകൾ ഇതിൽ എൻ്റെ 4 ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഒരു യൂട്യൂബും ഒരു ടിക്ടോക്കും എല്ലാം ഉണ്ട്. എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ആക്കാം, വിഷയമല്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ 3 ഇയറിലേക്ക് ലൈസൻസ് നിങ്ങൾക്ക് ഫ്രീ ആണ്. ലൈസൻസ് അല്ല, മീഡിയ പെർമിറ്റ് ഫ്രീ ആണ്. ലൈസൻസ് നമ്മൾ ഇയർലി നമ്മൾ റിന്യൂ ചെയ്യണം. 1 ഇയറിലേക്കുള്ള പൈസയാണ് 1000. സെയിം എമൗണ്ട് വെച്ചിട്ട് നമ്മൾ പിന്നെ റിന്യൂ ചെയ്യേണ്ട ആ സെയിം എമൗണ്ട് തന്നെയാണ് റിന്യൂവൽ വരുന്നത്. അപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഉണ്ട്, ഇത് ചെയ്യാൻ ഭയങ്കര കഷ്ടപ്പാടുണ്ട്. അതിൻ്റെ കഷ്ടപ്പാടും കാര്യങ്ങളല്ല. ഫസ്റ്റ് നമ്മളൊരു ഇനീഷ്യൽ അപ്രൂവൽ സ്റ്റേജ് ഉണ്ട്, നമ്മളെ അക്കൗണ്ട് വെരിഫിക്കേഷൻ. അക്കൗണ്ട് വെരിഫിക്കേഷനാണ് എല്ലാവർക്കും എന്താവുന്നത്, ഫെയിൽഡ് ആവുന്നത്. കാരണം ഒന്നിക്കൽ ഡോക്യുമെന്റ്സ് കൊടുക്കുന്നത് മിസ്മാച്ച് വരും, അല്ലെങ്കിൽ നമ്മളെ UAE പാസ്പോർട്ട് ലിങ്ക് കൊടുക്കുന്നത് എന്തെങ്കിലും എറർ വന്നാലാണ് എന്താകുന്നത്, ഡോക്യുമെന്റ്സ് ക്ലിയർ അല്ലെങ്കിൽ റിജക്റ്റ് ആവും. ഒരിക്കൽ റിജക്റ്റ് ആയാൽ പിന്നീട് എന്താവില്ല, അപ്രൂവ് ആവാൻ നല്ല പണിയാണ്. അതിനെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഇഷ്ടം പോലെ UAE കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് എന്തായിട്ടില്ല, അറിയപ്പെടുന്ന ആൾക്കാർക്ക് ലൈസൻസ് ഇല്ല. അതെന്ന് വെച്ചാൽ സംഭവം എന്താ പറയുക, നിങ്ങളിതിപ്പോൾ ഒരു 10 50 100 ദിർഹംസ് ലാഭിക്കേണ്ടിയിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഇത് ചെയ്യും. അങ്ങനെ ചെയ്യാനുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെടുക്കുന്ന എന്തെങ്കിലും ബൈ ഡിഫോൾട്ട് ഒരു മെസ്സേജ് അൺഫോർച്ചുനേറ്റ്ലി സംഭവിച്ചാൽ പിന്നെ നിങ്ങൾ അതിപ്പോൾ ഒരു മറ്റേ ഇതേപോലത്തെ ഒന്നും ചെയ്യാൻ പറ്റൂല. ഒരിക്കൽ നിങ്ങൾ ബ്ലാക്ക് മാർക്കാണ് റിജക്റ്റഡ് ആയി റിജക്റ്റ് ആയാൽ പിന്നെ അത് കംപ്ലീറ്റ്ലി ബ്ലാക്ക് ലിസ്റ്റിലേക്ക് മാറും. UAE ഗവൺമെന്റ് ആണ്, നമ്മുടെ നാട്ടിലത്തെ പോലെ നമ്മളെ വലച്ചാട്ടിൽ നിന്നും വിളിച്ച് കഴിഞ്ഞാൽ പരിപാടി നടക്കൂല. അതുകൊണ്ട് ആദ്യം നിങ്ങളൊരു 100 രൂപ 50 രൂപ ലാഭത്തിന് വേണ്ടി അങ്ങനെ ചെയ്യുന്നതിനെ കൊണ്ട് ഞാനും ആദ്യം എങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചേ. പക്ഷേ എങ്കിൽ എനിക്കൊരു പേടിയായിട്ട് അവനെ വിളിച്ച് കാര്യങ്ങളും ചെയ്ത് 3-4 ദിവസം കൊണ്ട് നമ്മൾ 3 ദിവസം മാക്സിമം 3 ദിവസം കൊണ്ട് നമ്മൾ അപ്രൂവ് ചെയ്യുന്നുണ്ട്. കാരണം അതിന് മുമ്പ് ഡയറക്റ്റ് അപ്ലൈ ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് 2 മണിക്കൂർ കൊണ്ട് അപ്രൂവൽ കിട്ടി, അന്നിട്ട് ലൈസൻസും PCCയും കിട്ടി. വലിയ പരിപാടി ഒന്നും ഇല്ല. ജസ്റ്റ് നിങ്ങളെ എമിറേറ്റ്സ് ഫോട്ടോ എനിക്ക് അയച്ചു കൊടുക്കുക, പാസ്പോർട്ട് കോപ്പിയും പിന്നെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അയച്ചു കൊടുക്കുക. പിന്നെ നിങ്ങൾ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ലിങ്കുകളും അയച്ചു കൊടുത്താൽ മതി. കംപ്ലീറ്റ് പരിപാടി ഇരുന്ന് ചെയ്തോളൂ. നിങ്ങൾ വിളിക്കുമ്പോൾ ഒന്നാടുന്ന് അപ്രൂവ് കൊടുത്താൽ മതി. അത്രയേ ഉള്ളൂ. വേറെ കോംപ്ലിക്കേഷൻ കാര്യങ്ങൾ ഇത് എടുത്തിട്ടില്ലെങ്കിൽ ആണ് കോംപ്ലിക്കേഷൻ. എടുക്കാൻ പറ്റില്ല കോംപ്ലിക്കേഷൻ, എടുത്തിട്ടില്ലെങ്കിൽ. ഇപ്പം കറന്റ് നമുക്ക് ലൈസൻസിന് മാത്രമേ പേയ്മെന്റ് വരുന്നുള്ളൂ, മീഡിയ പെർമിറ്റ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. 3 ഇയർ. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഏത് നിമിഷവും മാറ്റാൻ ചാൻസ് ഉണ്ട്. ഏത് നിമിഷവും ലൈസൻസ് മീഡിയ പെർമിറ്റ് എന്താവും, പേയ്മെന്റ് വരും. പേയ്മെന്റ് വെച്ചാൽ നമ്മൾ നോർമലി നമ്മൾ UAE ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു എമൗണ്ട് ഒരു 10,000 ദിർഹംസ് 15,000 ദിർഹംസിന്റെ എമൗണ്ട് ഒക്കെ എന്താവും, ആ സെയിം എമൗണ്ട് ഈ ലൈസൻസിലേക്കും വരാൻ ചാൻസ് ഉണ്ട്. ഡിപ്പെൻസ് ആണ്, ഇപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റില്ല, റൂമേഴ്സ് പോലെയാണ്. എന്തായാലും മാറാൻ ചാൻസ് ഉണ്ട്. ഇത് ഫസ്റ്റിലത്തെ ഒരാൾ കാരണം അതിന്റെ ഒരു UAE ഇപ്പോൾ നമ്മൾ ക്രിയേറ്റേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ടാണ് മീഡിയ പെർമിറ്റ് കംപ്ലീറ്റ്ലി ഫ്രീ വരുന്നത്. ലൈസൻസ് മാത്രം എടുത്തിട്ട് ഇതിന്റെ ഫ്രീ വരുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഒറ്റ അടിക്കാൻ പറഞ്ഞാൽ ജസ്റ്റ് ഒരു നിങ്ങളെ എമിറേറ്റ്സ് ID ഇത് വിസിറ്റ് വിസ കിട്ടുന്നവർക്ക് നടക്കൂല. നിങ്ങളൊരു എമിറേറ്റ്സ് IDന്റെ കോപ്പിയും നിങ്ങളെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും നിങ്ങളെ പാസ്പോർട്ടിന്റെ കോപ്പിയും അയച്ചു കൊടുക്കുക. അതിനുശേഷം ഇവിടുന്ന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ UAE പാസിൽ മറ്റേ കോഡ് ആ കോഡ് അവിടെ പറഞ്ഞോട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കി പരിപാടിയെല്ലാം ഇടുന്ന് ചെയ്തോളൂ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ആദ്യം ലൈസൻസ് സ്പോട്ട് കിട്ടും. നമുക്ക് അപ്ലൈ ചെയ്ത് ഇനീഷ്യൽ അപ്രൂവൽ ആയാൽ പിന്നെ നമുക്ക് സ്പോട്ട് ലൈസൻസ് കിട്ടും. സ്പോട്ട് ലൈസൻസ് കിട്ടും. അത് കഴിഞ്ഞ ലൈസൻസ് കിട്ടിയതിന് ശേഷം ഈ മീഡിയ പെർമിറ്റിന് വേണ്ടിയിട്ട് അപേക്ഷിക്കും. അതിന് ശേഷം മാക്സിമം 1-2 ഡേയ്സ് അതിനുള്ളിൽ അപ്രൂവ് ആവും. കലാസ് അത്രയേ ഉള്ളൂ, ഒന്നുമില്ല. ആകെ ആ ലൈസൻസിന്റെ പൈസയും പിന്നെ പോലീസിന്റെ പൈസയും അല്ലേ, അത്രേ വരുന്നുള്ളൂ. അപ്പം ഇങ്ങനെ സ്വന്തമായിട്ട് ചെയ്യുന്നതുകൊണ്ട് അത്രക്കും കോൺഫിഡൻ്റ് ഉള്ള ആൾ മാത്രം ചെയ്താൽ എല്ലാത്ത ആള് ഇതുപോലെ ഇവരെ തന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് എല്ലാവരും അന്വേഷിക്കുക, അറിയുന്ന ഒരാൾക്കാരിലേക്ക് നിങ്ങളെല്ലാവരും അന്വേഷിക്കുക, പ്രൈസ് എല്ലാവരും അന്വേഷിക്കുക, എന്നിട്ട് ഇവിടെ ഒന്ന് അന്വേഷിക്കുക, ഏടിയാണോ കുറവ് ആറ് നിങ്ങൾ ചെയ്തത്, അത്രയേ ഉള്ളൂ. പിന്നെ ഇവൻ്റെ ഡീറ്റെയിൽസ് എന്തായാലും ഞാൻ താഴെ കൊടുക്കുക. നമ്മൾ ചങ്ങായാണ്, നിങ്ങൾ വേണ്ടെന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോ കാണാം, ചെറിയ വീഡിയോ ഇത്.